ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജനഹൃദയങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് തിയേറ്ററുകളെ പ്രകമ്പം കൊള്ളിച്ചുകൊണ്ട് തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ വിജയകരമായി രണ്ടാം ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ മോർണിംഗ് ഷോയിൽ നിന്ന് തന്നെ മികച്ച പ്രതികരണമായിരുന്നു നേടിയത്. പിന്നീട് അങ്ങോട്ട് പെട്ടെന്നായിരുന്നു തിയേറ്റർ ബുക്കിംഗ് തീയായി മാറിയത്. കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിവസം 1200+ തിയേറ്റർ ഷോയിൽ നിന്ന് 5,25,00,000 കളക്ഷൻ നേടിയത്. ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ആയിരുന്നു ഇത്. ഒന്നാം സ്ഥാനത്ത് എമ്പുരാനാണ്. തുടർന്ന് വീണ്ടും ലാലേട്ടൻ ചിത്രം ഈ വർഷത്തെ രണ്ടാമത്തെ ഹയസ്റ്റ് കളക്ഷനും സ്വന്തമാക്കി. ഒന്നാം ദിവസത്തെ വേൾഡ് വൈഡായി ഏകദേശം 16 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. രണ്ടാം ദിവസമായ ഇന്നത്തെ കളക്ഷൻ ഏകദേശം 7 കോടിക്ക് മുകളിൽ വരുന്നു എന്ന റിപ്പോർട്ടാണ്. കാരണം 1800 ഷോകളാണ് ഇന്നുള്ളത്. ഇന്നലത്തെ ഷോകളേക്കാൾ 400ഓളം ഷോകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കൂടാതെ 80% തിയേറ്റർ ഓക്യുപ്പൻസി കൂടി വന്നതുകൊണ്ട് രണ്ടാം ദിവസം 7.5 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടും. രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് മാത്രമായി 10 കോടിക്ക് മുകളിൽ നേടാൻ കഴിയും. അങ്ങനെ 2 ദിവസം കൊണ്ട് മാത്രമായി വേൾഡ് വൈഡായി 37 കോടി എന്ന റേഞ്ചിലേക്ക് കളക്ഷൻ വന്നെത്തും. നാളത്തെ ഞായറാഴ്ച കളക്ഷൻ കൂടി വന്നാൽ 3 ദിവസം കൊണ്ട് തുടരും 55 കോടി. 50 കോടി എന്ന ക്ലബിലേക്ക് കടന്ന് 55 കോടി നേടിയെടുക്കും. കേരളത്തിലും വിദേശത്തും എല്ലായിടത്തും പോസിറ്റീവ് റിപ്പോർട്ടുകൾ മാത്രമാണ് ചിത്രത്തിന്. അതുകൊണ്ട് എമ്പുരാന് കിട്ടാത്ത ബിഗ് ഫാമിലി ഓഡിയൻസ് തുടരും മൂവിക്ക് ഒഴുകിയെത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പഴയ ലാലേട്ടൻ പുതിയ രീതിയിൽ മികച്ചതാക്കാൻ സംവിധായകൻ തരുൺ മൂർത്തിക്ക് കഴിഞ്ഞത് അഭിനന്ദനാർഹമാണ്. ഇനിയും പുതിയ സിനിമാ വാർത്തകളുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.